അപ്പോൾ അങ്ങനെ നമ്മൾ ന്യൂ ബ്രൻസ്വിക്കിൽ നിന്ന് PEIയിൽ പോയത് കൺഫെഡറേഷൻ ബ്രിഡ്ജ് ത്രൂ ആയിരുന്നു. അത് കാനഡയിലെ PEIയിലെ ഫേമസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇവർ അഗ്രികൾച്ചറാണ്. പൊട്ടാറ്റോസ് ആർ എ മേജർ ക്രോപ്പ് ഓവർ ദർ. അതേപോലെ തന്നെ ഡയറി. കൗസ് ഐസ്ക്രീം ഇത്രയും ഫേമസ് ആവാൻ കാരണം PEIയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോക്കൽ മിൽക്ക് വെച്ചാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാലാണ് കാനഡ കത്തീഡ്രൽ. ഇതിൻ്റെ ലൊക്കേഷൻ എന്നത് ഷാർലറ്റ് ടൗണിലാണ്. അതാണ് PEIയിലെ ഏറ്റവും വലിയ ടൗൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബ്രോഡ് വോക്ക് കാണാൻ പോയി. ബ്രോഡ് വോക്കും നല്ലൊരു ലൈവ്ലി ആയിട്ടുള്ള സ്ഥലമാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് കാവൻഡിഷ് ബീച്ചിലാണ്. 40 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ കാവൻഡിഷിലെത്തിയത്. കാവൻഡിഷ് ബീച്ച് ഇത്ര ഫേമസ് ആണ് കാരണം കാനഡയിലെ വൺ ഓഫ് ദ വാർമസ്റ്റ് ബീച്ചാണ് സമ്മറിൽ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ ഫാമേഴ്സ് മാർക്കറ്റിൽ പോയി. അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തായിരുന്നു. ആൻഡ് വി ഹെഡഡ് ബാക്ക് ഹോം. നമ്മൾ ഫെറി ത്രൂ ആണ് വന്നത്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേർണി.